ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമുക്ക് ചിക്കൻ കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ്, അതേപോലെ ചിക്കന്, പിന്നെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അവിടെ പാനിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ഇനി നേരെ ഉള്ളി തൊലിക്കാം. ഉള്ളി നല്ല ഫ്രഷായി നമ്മൾ തൊലിക്കുകയാണ്. 2 ഉള്ളി മതി ഇതിലേക്ക്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ബെൽ ബട്ടനൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മൾ വേപ്പിൻ്റെ ഇലയും അതേപോലെ ഉള്ളിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞാന്ന് അരിയാണ്. ആദ്യം ഇതിൻ്റെ ഈ വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ അരിയാം. അരിഞ്ഞ് തുടങ്ങുകയാണേ. അപ്പം നമ്മൾ കുക്കറിൽ വെച്ചത് ഒരു ഹാഫ് വേവൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഷിപ്പ് എടുക്കണ്ട. ഇതെല്ലാവരും ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഞങ്ങളെ വ്ളോഗിൻ്റെ കമൻറ്റിൽ എല്ലാവരും അറിയിക്കുക എങ്ങനെയാണ് ട്രൈ ചെയ്തതിൻ്റെ ഇതെന്ന്. ഓക്കെ, ഇനി നമുക്ക് പച്ചമുളക് കുഞ്ഞാന്ന് അരിയാം. ഞങ്ങൾ ഒരു കമ്പ് വേപ്പിൻ്റെ ഇലയും അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഉള്ളിയും നേരത്തെ അരിഞ്ഞ് വെച്ച മുളകും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് പാനിലേക്ക് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ കുറച്ച് നേരം നമുക്ക് വഴറ്റാൻ വേണ്ടിയിട്ടൊന്ന് ഇതാക്കാം. വഴറ്റാം, ഒരു മീഡിയം മൂപ്പെത്തുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നേരെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ഇടാം. അതേപോലെ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല തുടങ്ങിയവ ചേരുവകൾ മൂപ്പെത്തിയ ഉള്ളിയിലേക്ക് നമുക്ക് ചേരുവകൾ ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നേരത്തെ വേവിച്ച് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലെ ചിക്കന് എല്ലാം എടുത്തിട്ട് മിക്സിയിലേക്ക് ഇടാം. ഓരോരോ പീസുകളായിട്ട് മിക്സിയിലേക്ക് ഇടാം കേട്ടോ. ചിക്കന് ജാർക്ക് ഇടാം. നമുക്ക് മിക്സിയിൽ അടിച്ചു കൊടുക്കാം കേട്ടോ. നല്ല രീതിക്ക് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ ഞങ്ങൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചേരുവകളിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ നല്ലപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാവേ. എല്ലാ ഭാഗത്തുകൾക്കും എത്തിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഇതാക്കിയ പൊട്ടാറ്റോ നല്ലപോലെ ഉടച്ചെടുത്തിട്ട് നേരത്തെ ചെയ്ത മിക്സിയിലേക്ക് പൊട്ടാറ്റോ ചേർത്ത് വെക്കാം. എന്നിട്ട് ഇതും നല്ലപോലെ അതിലേക്ക് മിക്സ് ചെയ്ത് വെക്കണേ. നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം 2 കോഴിമുട്ട എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇത് ബീറ്റ് ചെയ്യാം കേട്ടോ. ഇനി ബ്രെഡ് പൊടി എടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ആ ഒരു ചേരുവകളിൽ നിന്ന് ഉണ്ട എടുത്തിട്ട് പരത്തിയിട്ട് നേരത്തെ ഉണ്ടാക്കിയ എഗ്ഗില്ലേ അതിലേക്കൊന്ന് മുക്കുക. അതിന് ശേഷം നമ്മൾ ബ്രെഡ് പൊടി എടുത്തില്ലേ അതിലേക്ക് മുക്കിയിട്ട് പരത്തി വെക്കുക. പാത്രത്തിൽ വെക്കാം. നമ്മൾ ഇതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഓയിൽ. നമുക്കിതൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം. ഇതാ നമ്മളിതിൽ കൊള്ളണ അത്ര വെച്ചിട്ടുണ്ട്. 7 പീസാണ് ഇതിൽ വെച്ചത്. ഇതാ ഫ്ലെയിം ഫുള്ളിൽ ഇട്ടിട്ട് പൊരിച്ചു. അപ്പം ഇനി നമുക്കിതൊക്കെ പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് ഒരു പാത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതാക്കി വെക്കാം, മാറ്റി വെക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇനി ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്യണേ. അപ്പോൾ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. ടാറ്റാ.